മഞ്ഞ പുടവയും പീലിയും ചാർത്താം ഞാൻ അഞ്ജനവർണ്ണനെ കൃഷ്ണാവ അന്തിക്കു പൂജയ്ക്കൻ മാനസ കോവിലിൽ ചിന്തകം തുള്ളുവാൻ കൃഷ്ണാവ മഞ്ഞ പുടവയും പീലിയും ചാർത്താം ഞാൻ അഞ്ജനവർണ്ണനെ കൃഷ്ണാവ അന്തിക്കു പൂജയ്ക്കൻ മാനസ കോവിലിൽ ചിന്തകം തുള്ളുവാൻ കൃഷ്ണാവ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ തൊൽപദം നോവാത്ത പൂക്കളം തീർക്കാം ഞാൻ നൽകളിയാടുവാൻ കൃഷ്ണാവ തൊൽപദം നോവാത്ത പൂക്കളം തീർക്കാം ഞാൻ നൽകളിയാടുവാൻ കൃഷ്ണാവ വിളിക്കുമൻ കൺകുളിരും വരെ കാണട്ടെ നിന്നെ ഞാൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ മന്ദത കൊണ്ടോ പിഴകൾ ചെയ്തെങ്കിലോ മാപ്പിരക്കുന്നു ഞാൻ കൃഷ്ണാവ മന്ദത കൊണ്ടോ പിഴകൾ ചെയ്തെങ്കിലോ മാപ്പിരക്കുന്നു ഞാൻ കൃഷ്ണാവ കാവൊളിവർണ്ണനെ കാരുണ്യപൂർണനെ കാമിതം നൽകുവാൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നിൻകടലെന്നിയെനിക്കില്ലൊരാശ്രയം പങ്കജലോചന കൃഷ്ണാവ നിൻകടലെന്നിയെനിക്കില്ലൊരാശ്രയം പങ്കജലോചന കൃഷ്ണാവ കൈതൊഴാം കൈതൊഴാം ദേവകി നന്ദന കൈതൊഴാം തൃപാദം കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൈതൊഴാം കൈതൊഴാം ദേവകി നന്ദന കൈതൊഴാം തൃപാദം കൃഷ്ണാവ കൈതൊഴാം കൈതൊഴാം ദേവകി നന്ദന കൈതൊഴാം തൃപാദം കൃഷ്ണാവ വിട്ടിരിക്കുമൻ മുമ്പിൽ കുഴലൂതി അമ്പിയെന്നാടുവാൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ
പൂജയ്ക്ക് മാനസക്കോവിലിൽ ചിന്തകം തുള്ളുവാൻ കൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മന്വന്തരങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ നേരത്തെ 4ാമത്തെ മന്വന്തരത്തിൽ ആ പാലാഴി കടഞ്ഞ് അമൃത് കൊടുത്തുകൊണ്ട് ദേവന്മാർക്ക് എല്ലാവർക്കും ശുദ്ധത്തിനെ വീണ്ടെടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നീടാണ് 7ാമത്തെ മന്വന്തരം. ആ 7ാമത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരത്തിലാണ് ഇപ്പം നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിലാണ് ഭഗവാൻ ബലിയിൽ നിന്ന് 3 അടി യാചിച്ചു വാങ്ങിച്ചു, ബലിയെ അനുഗ്രഹിച്ചു എന്നിങ്ങനെ ചുരുക്കിയിട്ട് പറയുകയാണ്. എന്തിനാണ് ഭഗവാൻ പരിപൂർണനല്ലേ അവിടുന്ന്? അവിടത്തേക്ക് മറ്റൊരാളുടെ മുമ്പിൽ ചെന്ന് അങ്ങനെ കൈ നീട്ടേണ്ട ആവശ്യമുണ്ടോ? പരീക്ഷത്തിന് എപ്പോഴും സംശയങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ഗുരുനാഥ, ആ ഭഗവാന്റെ കാരുണ്യത്തിനെ വീണ്ടും പറഞ്ഞു തരണേ. ഇത് പറയുമ്പോഴാണ് പിന്നീട് 15ാമത്തെ അധ്യായം മുതൽക്ക് 23ാമത്തെ അധ്യായം വരെ 8 അധ്യായങ്ങളെ കൊണ്ട് ആ വാമനാവതാര ചരിത്രം തന്നത്. ആരായിരുന്നു ഈ ബലി? ബലിക്ക് എന്തുകൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ കാരണമായത്? പ്രഹ്ലാദന് ശേഷം അസുരകുലത്തിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അന്ധകൻ. ആ അന്ധകൻ മഹാദേവന്റെ ഭക്തനായിരുന്നു. അത്ര ഭാഗവതത്തിലുള്ള കഥയല്ലാട്ടോ ഇത്, വേറെ എടുത്താണ്. അപ്പോൾ അത്രയോ കാലം ഭഗവാനെ ഭജിച്ചു. മഹാദേവന് അത്രയും ഇഷ്ടപ്പെട്ടവനായിരുന്നു അത്ര അദ്ദേഹം. എപ്പോഴും മഹാദേവൻ കൂടെ കൊണ്ടു നടക്കും. ആ അന്ധകൻ ഒരു ദിവസം ശ്രീപാർവതിയെ കണ്ടപ്പോൾ മോഹിച്ചു എന്നാണ്. ഭഗവാൻ എന്ത് ചെയ്തു അത് ഇഷ്ടപ്പെട്ടില്ല. വേഗം തൻ്റെ ത്രിശൂലം ഒന്ന് പ്രയോഗിച്ചു. അതോടുകൂടി അന്ധകൻ മഹാജ്ഞാനിയായിട്ട് മാറി. അദ്ദേഹത്തിനെ ഗണപതിയാക്കി മാറ്റിയതാണ്, ഗണങ്ങളുടെ പതിയാക്കി മാറ്റിയതാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസം തോന്നുമെങ്കിലും ഇതെന്താണ് കഥ ശരിക്ക്? അന്ധകൻ ഭഗവാനോട് കൂടി ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാർവതി എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നർത്ഥം. ഈ കാണുന്ന പ്രകൃതിയിലേക്ക് വരാൻ മോഹിച്ചു. നമ്മളൊക്കെ അങ്ങനെ മോഹിച്ചു പോകുന്നവരാണ്. നമ്മളൊക്കെ മഹാദേവൻ്റെ കൂടെ ഈശ്വരൻ്റെ കൂടെ ഇരുന്നവരാണ്. നമ്മൾ ഒരു ദിവസം മഹാദേവനോട് പറഞ്ഞു, മഹാദേവ ഒന്ന് പോട്ടെ, ഞാൻ പാർവതിയുടെ അടുത്തേക്കെന്ന് ചോദിച്ചു. ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി വരാൻ നമ്മൾ മോഹിച്ചു. ഇപ്പം എന്താ ഇവിടെ ഇട്ട് കൈകാലിട്ട് അടിക്കാൻ നമുക്ക് അങ്ങനെ എത്താൻ. പക്ഷേ ഭഗവാൻ ഇപ്പം നമ്മളെ ആവശ്യമില്ലാണ്ട് അല്ലേ പറഞ്ഞാൽ കേൾക്കാണ്ട് പോകുന്നു. അത് ഭഗവാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ശൂലം പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ എന്തേ അർത്ഥം? ശൂലത്തിന്, ഭഗവാന്റെ ശൂലത്തിന് 3 മുനയാണ് അല്ലേ? നമുക്കറിയാം. മനസ്സടങ്ങണം, വാക്കടങ്ങണം, കർമ്മ അടങ്ങണം. ഇതാണ് ആ ശൂലത്തിൻ്റെ പ്രത്യേകത. അത് മറ്റൊരാളെ പ്രയോഗിക്കാനുള്ളതല്ലാതെ. അതെന്താണെന്ന് ചോദിച്ചാൽ ഭഗവാനെ ഭജിക്കുമ്പോൾ ആ ശൂലം ഗുരുവായൂരപ്പൻ്റെ കയ്യിലുമുണ്ട്, ഗണപതിയുടെ കയ്യിലും കാണാം, ഭഗവതിയുടെ കയ്യിലും കാണാം. എവിടെ നോക്കിയാലും ഈ ശൂലം കാണാം, ഏത് ദേവന്മാരുടെ കയ്യിലും. എങ്ങനെ ആയാലാണ് നമുക്ക് ഈശ്വരനെ കിട്ടാൻ, നമുക്ക് ജ്ഞാനം പ്രകാശിക്കാം? അതിനാദ്യം വേണ്ടത് എന്താണ്? മനസ്സടങ്ങണം, വാക്കടങ്ങണം, കർമ്മം അടങ്ങണം. ഈ 3 കാര്യം, മനസ്സ്, വാക്ക്, കർമ്മം, ഈ 3ഉം അടങ്ങുമ്പോഴാണ് നമുക്ക് ശരിയായിരിക്കുന്ന ജ്ഞാനം പ്രകാശിക്കാം. അത് അടങ്ങാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് കിടന്ന് നേരം വെളിച്ചാകുമ്പോഴത്തിൽ പൂവെടുത്ത് പറഞ്ഞില്ലേ, സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതം മാം ഉദ്ധരഭവാർണവാൽ. നമ്മൾ കഷ്ടപ്പെടുകയല്ലേ ഇവിടെ കിടന്നിട്ട്, ജനനം വരണം, ദുഃഖങ്ങൾ അനുഭവിക്കണം. ഇതിൽ നിന്ന് കരകയറി നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ എത്രയോ കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നമ്മുടെ ഈ മനസ്സും വാക്കും കർമ്മവും അടങ്ങി ഒതുങ്ങി വരണം എന്നുള്ളതാണ്. അപ്പോൾ അന്ധകനെ ഭഗവാൻ ആ ശൂലം പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അടങ്ങാൻ അനുഗ്രഹിച്ചു എന്നാണ്. അതോടുകൂടി അദ്ദേഹം
ജ്ഞാനിയായിട്ട് മാറുന്നതാണ്. എപ്പോൾ നമ്മുടെ വാക്കടങ്ങണോ, എപ്പോൾ നമ്മുടെ മനസ്സടങ്ങണോ, എപ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഇല്ലാണ്ടാകണോ, ആ നിമിഷം നമ്മൾ കർമ്മജ്ഞാനിയായിട്ട് മാറും. അത് തന്നെയാണ് സന്യാസം എന്ന വാക്ക്, അത് തന്നെയാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ. ഈ 3 ഭാവങ്ങൾ നമുക്കുണ്ടാവുമെന്ന് പറയാം. അങ്ങനെ ആ അന്ധകൻ മഹാദേവന്റെ ഭക്തനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇന്ദ്രന്റെ ആ കസേരയിൽ ഒരു അല്പസമയം ഏതാനും മുഹൂർത്തം ഒഴിവന്നത്ര. ഇന്ദ്രൻ എവിടേക്കോ പോയതാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു? ഒരു നിമിഷം പോലും ഇന്ദ്രന്റെ കസേരയിൽ ആളില്ലാണ്ട് വരാൻ പാടില്ല. അതുകൊണ്ട് മഹാദേവൻ എന്ത് ചെയ്തു? ഈ അന്ധകനെ പിടിച്ച് ആ സീറ്റിൽ ഇരുത്തിയെന്നാണ്. അല്പം നേരെ ഇരുന്നുള്ളെങ്കിലും ഉള്ള സമയം അദ്ദേഹം എന്ത് ചെയ്തു? ധാരാളം ദാനം ചെയ്തു എന്നാണ്. എത്രയാ ദാനം ചെയ്തതെന്ന് കണക്കില്ല, മഹാദേവൻ എത്രയായി ഇഷ്ടപ്പെട്ടതെന്ന് കണക്കില്ല. ആ അന്ധകനെ വിരോചനന്റെ പുത്രനാക്കി മാറ്റി. വിരോചന ആരാണെന്ന് വെച്ചാൽ സനൽകുമാരാദികളുടെ ഉപദേശം കൊണ്ട് യോഗ്യമായിട്ട് മാറിയ ഒരു മഹാത്മാവാണ്. തൻ്റെ പ്രാണനെ തന്നെ ദാനമായി കൊടുത്ത ആ വിരോചനന്റെ പുത്രനായിട്ട് മാറി. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേര് ഇന്ദ്രസേനൻ്റെ പേര് നമ്മൾ വിളിക്കുമ്പോൾ ബലിയെന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ സകലതും അദ്ദേഹം ദാനം ചെയ്തതാണ്. അപ്പോൾ ആരാണോ ഭാഗവതം പലയിടത്തും പറയാനുണ്ട്, മഹാദേവനെ ഭജിക്കുന്നവരെ അനുഗ്രഹിക്കാൻ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനെ ഭജിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കാൻ മഹാദേവനാണ് വരിക. ഇവിടെ മഹാദേവന്റെ ഭക്തനാണ് ശരിക്കും പറഞ്ഞാൽ ബലി. ആ ബലി അനുഗ്രഹിക്കാൻ ആര് വരണം? സാക്ഷാൽ ഭഗവാൻ തന്നെ വരണം. ഇനി രാമായണത്തിലേക്ക് വന്നാലും നമുക്ക് കാണാം, നല്ല ഏറ്റവും നല്ല ശിവഭക്തനാണ് രാവണൻ അല്ലേ? ആ രാവണനെ അനുഗ്രഹിക്കാൻ ഭഗവാനല്ലേ വരുന്നത്. അപ്പോൾ എപ്പോഴും ആ ഭഗവാന്റെ ഒരു കാരുണ്യം അങ്ങനെയാണെന്ന് കാണിച്ചു തരിക. അങ്ങനെയുള്ള ആ ബലി നല്ല ഗുരുത്വം, നല്ല സത്യസന്ധത, എല്ലാ ഗുണങ്ങളും നിറഞ്ഞിരിക്കുന്ന ആളാണത്ര. 2 പേരെ നമുക്ക് ഭാഗവതം കാണിച്ചു തരികയാണ്. ഒന്ന് ഇന്ദ്രനെയും ഒന്ന് ബലിയെയും. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഗുരുത്വക്കേട് കാണിച്ച് ബ്രഹ്മഹത്യ പാപം നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന്. ഇവിടെ ഗുരുത്വം കൊണ്ട് ത്രൈലോക്യം മുഴുവനും കീഴടക്കിയതാണ്. അപ്പോൾ ദേവനായിട്ട് എന്ത് പ്രയോജനം എന്നാണ് ഭാഗവതം ചോദിക്കുക. ദേവനായിട്ടോ ഋഷിയായിട്ടോ പ്രയോജനമില്ല. നമ്മുടെ മനസ്സിനെ അടക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടല്ലേ? ദേവി ഭാഗവതത്തിൽ കാണാം, വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിൽ അങ്ങോട്ടും കൂടെ ശപിക്കും അത്ര. ശപിച്ചിട്ട് ഒരാൾ കൊക്കിയാവട്ടെ എന്ന് ശപിക്കും, മറ്റേ ആൾ പൊന്മാനാവട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും. പോലെ 2 പക്ഷികളായിട്ട് 2 വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് അവിടെ നിന്ന് പൊക്കുകൊണ്ട് തമ്മിൽ ഓടും. ബ്രഹ്മദേവൻ പറഞ്ഞു, കഷ്ടം, ഇങ്ങനെ ആയതോ നിങ്ങൾ? വിശ്വാമിത്രനും വസിഷ്ഠനാത്ര. എന്നിട്ട് അപ്പത്തിൻ്റെ മുകളിലിരുന്ന് തമ്മിൽ കൂടുന്നതെന്നാണ്. അവസാനം അവർക്ക് ശാപമോക്ഷം കൊടുത്ത് അനുഗ്രഹിക്കുന്ന ബ്രഹ്മാവിനെ കാണാൻ നമുക്ക് ദേവി ഭാഗവതത്തിലെ. അപ്പോൾ ഏത് തലത്തിൽ എത്തിയാലും നമ്മുടെ മനസ്സിനെ നമുക്ക് അടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും അപകടമല്ലേ? ഇതൊക്കെ ഭാഗവതം കാണിച്ചു തരികയാണ്. ഇപ്പോൾ എങ്ങനെ ആയാലാണ് നമുക്ക് സ്വസ്ഥത, നമുക്ക് ശാന്തി ഉണ്ടാകുമെന്ന് വെച്ചാൽ ഈ മനസ്സിനെയും വാക്കിനെയും കർമ്മങ്ങളെയും ഒക്കെ അടക്കുമ്പോഴാണ്. അതാണ് ഭാഗവതം ഇത്രയധികം നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം. ഈ വക സൽധർമ്മങ്ങളെക്കുറിച്ച്, ഈ വക നല്ല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഭാഗവതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവരുത്, ഇങ്ങനെ ആവണം, ഇങ്ങനെ ആവരുത് അല്ലേ? വിധി നിഷേധം എന്ന് പേര് പറയും. ഇപ്പോൾ ഭാഗവതത്തിലൂടെ 2 തരത്തിലുള്ള അഹങ്കാരത്തിനെ പറഞ്ഞു. ഒന്ന് സാമാന്യം, ഒന്ന് വിശേഷം. 2 തരത്തിലുള്ള അഹങ്കാരം ഉണ്ടെന്ന് പറയാം. എന്താ സാമാന്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഉള്ളത് ഞാൻ ആരൊക്കെയോ ആണ് എന്നൊരു ചിന്ത അല്ലേ? ഈ ഒരു ചിന്ത വരുന്നത് അപകടമാണെന്ന് ഭാഗവതം പറഞ്ഞു തരുന്നു. ആ ബലിക്ക് വന്നത് അതാണ്, ഞാൻ ആരൊക്കെയോ ആണ് എന്ന് തോന്നി. അത് നീ പറയേണ്ട അടുത്ത ശ്ലോകത്തിൽ ലോകാനാം ഏകമീശ്വരം, ഞാൻ ഈ ലോകത്തിൽ ആരാണ്ടൊക്കെയാണ്, എന്തൊക്കെയോ ആണെന്നൊരു ചിന്ത. ആ ചിന്ത വരരുതെന്നാണ്. അതിനാണ് സാമാന്യമായിരിക്കുന്ന അഹങ്കാരം. ഈ വിശേഷപ്പെട്ട അഹങ്കാരം എന്താണെന്നറിയോ? ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചതാണ്, എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, എന്നാൽ എനിക്ക് നല്ല വിദ്യയുണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, എന്തൊക്കെയോ നമ്മൾ പറയാറില്ലേ? ഇതൊക്കെ തന്നെ ഞാൻ എത്രയോ ഈശ്വരനെ ഭജിക്കുന്ന ആളാണ്. ഇതെല്ലാം അഹങ്കാരം നമ്മുടെ ഉള്ളിൽ. ഇന്ന് ഞാൻ ഭാഗവതം വായിക്കുന്ന ആളാണ്, ഞാൻ നാരായണീയം വായിക്കാണ്ട് ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കടന്നു പോവില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും നമ്മൾ. ഇതൊന്നും പറയാൻ പാടില്ല എന്നാണ് സത്യത്തിലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ കേമത്വം കൊണ്ട് നമ്മൾ ചെയ്യണതൊക്കെ പറയും. ഞാൻ വെളുപ്പിൽ എഴുന്നേറ്റ് എന്നും വന്ന് നിർമാല്യം തോറും ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അറിയാത്തതൊന്നുമില്ല എന്നാണ്. ഇതൊന്നും മറ്റൊരാളോട് പറയാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ആ വിശേഷമായിട്ടുള്ള ആ ഒരു അഹങ്കാരമാണ്. ഇവിടെ ബലിക്ക് സാമാന്യമായിരിക്കുന്ന ഒരു വിശേഷം ഞാൻ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ. എന്നാൽ കൂടിയും ആ
ഗുരുനാഥൻ്റെ ശുക്രാചാര്യരുടെ എന്തെന്നില്ലാത്ത അനുഗ്രഹം, ആ ഗുരുത്വം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, വിശ്വജിത്ത് എന്ന യാഗം നടത്തി ഈ ത്രൈലോക്യത്തിന് മുഴുവനും തൻ്റെ കീഴിലാക്കി. എല്ലാം കീഴിലാക്കുമ്പോഴും ഹിരണ്യകശിപുവിനെ പോലെ ആരെയും ഉപദ്രവിച്ചു എന്നൊന്നും ഭാഗവതം പറഞ്ഞിട്ടില്ല. എല്ലാവരോടും അദ്ദേഹത്തിന് തുല്യമായ മനോഭാവം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ആ ആസ്വദികതയല്ലേ, അസുരനല്ലേ എന്തൊക്കെ പറഞ്ഞാലും ആ ആസ്വദികത ത്രൈലോക്യത്തിൽ നിറഞ്ഞപ്പോൾ ദേവന്മാരെല്ലാം ഓരോ തരത്തിൽ ഓടിയെന്നാണ്. ഇന്ദ്രൻ മയിലിൻ്റെ രൂപത്തിൽ, യമൻ കാക്കയുടെ രൂപത്തിൽ, കുബേരൻ കീരിയുടെ രൂപത്തിൽ, അഗ്നി ചെമ്പോത്തിൻ്റെ രൂപത്തിൽ, ചിലവർ തവളയുടെ രൂപത്തിലൊക്കെ ഓടിയെന്നാണ്. അവരെല്ലാവരും കൂടി തങ്ങളുടെ ദേവന്മാരുടെ അമ്മയായിരിക്കുന്ന അതിഥി മാതാവിൻ്റെ പാദങ്ങളെ ആശ്രയിച്ചു. അതിഥി മാതാവിന് പിന്നെ രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല. തൻ്റെ ഭർത്താവായിരിക്കുന്ന കശ്യപ പ്രജാപതിയുടെ അടുത്ത് എന്ന് ചോദിച്ചു അത്രേ, എന്തേ ചെയ്യേണ്ടത്, എൻ്റെ കുട്ടികൾക്ക് നന്മ വരാൻ എന്ത് വേണം എന്നാണ്. എന്താണ് ഈ ആസ്വദികത വന്നെന്ന് അറിഞ്ഞാലുള്ള കുഴപ്പം? ആസ്വദികതയ്ക്ക് ഈ ശരീര പോഷണത്തിന് അവർ പ്രാധാന്യം കൊടുക്കും. ദൈവികമായിട്ടുള്ള ഭാവം വരുമ്പോഴോ അത് ആത്മീയതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുക. രണ്ട് ഭാവമാണ് അല്ലേ, നമ്മളിൽ തന്നെ അങ്ങനെയുള്ളവരെ കാണാം. അപ്പോൾ ഈ ശരീര പോഷണം എന്തിന് എവിടെ ചെന്നാലും ശരീരത്തിന് വല്ലതും കിട്ടാനുണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ശരീരം പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കാം. ഈശ്വരനെ ഭജിക്കുന്നത് പോലും എനിക്ക് നല്ല ആരോഗ്യം തരണേ എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് സുഖമായിട്ടിരിക്കണേ, എനിക്ക് ആരോഗ്യം തരണേ, ഇതിനു വേണ്ടിയിട്ട് ഈശ്വരനെ ഭജിക്കുന്നവർ ഇങ്ങനെയുണ്ടല്ലോ. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മുടെ ആളുകളൊക്കെ. അതുകൊണ്ട് ഈ ശരീര പോഷണം മാത്രമായിട്ട് ഈശ്വരനെ ഭരിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ആസ്വദികത എന്ന് പറഞ്ഞാൽ. അതാണ് ലോകത്തിൽ മുഴുവനും ദേഹബലം ബലം എന്ന് പറയും. എന്ത് ബലമാണ്? ദേഹബലം ബലം അല്ലേ. അപ്പോൾ രണ്ട് തരത്തിൽ ബലമാണ്, ദേഹബലം ബലം, ദൈവബലം ബലം. രണ്ടാമത്തെ ബലം എന്താണ്? ദൈവബലം ബലം അല്ലേ. ഈശ്വരനാണ് എൻ്റെ ബലം എന്ന് വിചാരിക്കുന്നതും ദേഹമാണ് എൻ്റെ ബലം എന്ന് വിചാരിക്കുന്നതും രണ്ടും രണ്ടല്ലേ. അപ്പോൾ ഒന്ന് ഈശ്വരികതയാണ്, ഒന്ന് ആസ്വരികതയാണ്. ഇതിലേത് വേണമെന്ന് ഭാഗവതം നമ്മളോട് ചോദിക്കാം. നമുക്ക് ഏതാ വേണ്ടത്? എന്താ അറിയാമോ? ദൈവബലം ബലം അല്ലേ, അതിൻ്റെ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ബലിക്ക് പറ്റിയത് എന്താണ്? എല്ലാ അറിവുമുണ്ട്, എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ദേഹബലം ബലം എന്നൊരു ഭാവം വന്നു. അപ്പോഴും അദ്ദേഹം കണ്ണനെ ഭജിക്കാണ്ടിരുന്നില്ല കേട്ടോ, എന്നും ഈശ്വരനെ ഭജിക്കും. അതാണ് ബലിയുടെ ഏറ്റവും വലിയ ഗുണം. ഇപ്പം അതാ അമ്മ വന്ന് ആ കശ്യപ പ്രജാപതിയോട് പറഞ്ഞപ്പോൾ കശ്യപ പ്രജാപതി പറഞ്ഞു, ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രതിഷ്ഠതസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം. ആ അദ്ദേഹത്തിന് വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല. എന്ത് ദുഃഖം വന്നാലും ആശ്രയിക്കാൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, പ്രതിഷ്ഠതസ്വ പുരുഷം ഭഗവന്തം ജനാർദ്ദനം. എല്ലാവരുടെയും ദുഃഖങ്ങളെയും ഹരിക്കുന്ന ആ ജനാർദ്ദനായിരിക്കുന്ന ഭഗവാനെ ഭജിക്കൂ. അതല്ലാതെ കണ്ട് വേറെ എന്താ പറ്റുന്നത്? ദുർജനങ്ങളെ നിഗ്രഹിക്കാനും സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനും ഈ ഗുരുവായൂരപ്പനെ പോലെ വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് ഭഗവാനെ വേണ്ട മാതിരി ഭജിക്കൂ എന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അമ്മയ്ക്ക് ആ വേണ്ടതായിരിക്കുന്ന പയോവ്രതം പ്രായശ്ചിത്തമാണ്. ആ ഒരു വ്രതം എടുക്കാനുള്ള വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഇപ്പോൾ ഭർത്താവിൻ്റെ ഉപദേശത്തോട് കൂടിയിട്ട് വേണം, അനുഗ്രഹത്തോട് കൂടിയിട്ട് വേണം ഭാര്യ വ്രതം എടുക്കാൻ. ഇനി ഭർത്താവ് വ്രതം എടുക്കുകയാണെന്ന് പറ്റില്ല, എടുക്കുക എന്ന് വെച്ചാൽ ഭാര്യയുടെ അനുവാദം വേണമെന്നാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം? ഇവിടെ ഭർത്താവിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ആ അമ്മ വേണ്ട മാതിരി വ്രതമൊക്കെ അനുഷ്ഠിച്ചു, വ്രതങ്ങളൊക്കെ പൂർത്തിയാക്കി വേണ്ട മാതിരി ബ്രാഹ്മണർക്ക് കാലിയൊഴിച്ചോട്ടെ മുതലായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല ഭക്തിയോടുകൂടി അമ്മ ഭജിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കണ്ണൻ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷമായി. ചതുർഭുജ പീതവാസ ചതുർബാഹോ ശംഖചക്രഗദാധര തം നേത്രഗോചരം വീക്ഷ്യ സഹസോദ്ധായ സാദരം നനാമ ഭൂതായേന ദണ്ഡവൽ പ്രീതി വിഹ്വല. ഇതൊന്നുമില്ലാത്ത സ്നേഹഭാവത്തോടു കൂടി കണ്ണൻ്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു. എന്നിട്ട് ഭംഗിയായിട്ട് സ്തുതിച്ചു. യജ്ഞേശ യജ്ഞപുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്രവശ്രവണ മംഗളനാമധേയ ആപന്നലോകോപശമോദയാദ്യ ശംനകൃതീശ ഭഗവന്നസി ദീനനാഥ. ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണേ. ശംനകൃതീശ, എനിക്കെല്ലാം സുഖത്തിന് നൽകിയാലും എന്ന് പറഞ്ഞ് ഭഗവാനെ ഭംഗിയായിട്ട് ഇവിടെ സ്തുതിച്ചു. ഭഗവാൻ സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, അമ്മ ആരാണ് ബലിയെന്ന് അറിയോ? അമ്മയ്ക്ക് ബലി എൻ്റെ ഭക്തനാണ്. ഭഗവാന്റെ വാക്ക് സദാസമയത്തും
എന്നെ കാണാൻ മോഹിച്ചുകൊണ്ടിരിക്കണോ? എന്നാണോ ഞാനിനി കാണുന്നതെന്നാണോ നന്ദകുമാരൻ്റെ ദിവ്യരൂപം? എന്നാണെനിക്കതിനുള്ളോരനുഗ്രഹം? എന്നാണവിടുന്നു തന്നിടുന്നു? തിരുമുടി കെട്ടിയതിൽ ചില മാലകൾ ചാത്തി ഞാനെന്നു കാണും. തിരുനേറ്റി തന്നിലണിഞ്ഞൊരു ഗോപിയും തിരുനാസികയും ഞാനെന്നു കാണും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഇതാണ് ബലിയുടെ ഭാവം. എന്നും കണ്ണനെ കാണാൻ മോഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ബലി എൻ്റെ ഭക്തനല്ലേ അമ്മ. എങ്ങനെയാ ബലിയെ ഒന്നും ജയിക്കാൻ പറ്റില്ല എന്നാണ്. കാരണം എൻ്റെ അനുഗ്രഹം അത്രയും നിറഞ്ഞു നിൽക്കുകയാണ് ആ ബലിക്ക്. അതുകൊണ്ട് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. തേന കൂടേശ്വര വിഭ്രഗുപ്ത വിഭ്രമസ്തത്ര സുഖം ദദാതി. അതുകൊണ്ട് അമ്മ ശ്രദ്ധയോടുകൂടി വ്രതം ചെയ്തൂലോ, അതിന് ഫലം ഇല്ലാണ്ടിരിക്കില്ല. അതുകൊണ്ട് നോക്കിയിരുന്നോളൂ, വേണ്ട സമയത്ത് ഞാൻ ബലിയുടെ ദർപ്പത്തിനെ അടക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എവിടേക്കാണ് മറിഞ്ഞെന്നറിയോ? അമ്മയുടെ ഉദരത്തിലേക്ക് മറിഞ്ഞു. അതോടുകൂടി ബ്രഹ്മാദികളൊക്കെ വന്ന് ഭഗവാനെ ഭംഗിയായിട്ട് സ്തുതിച്ചു. ആ സ്തുതിയൊക്കെ കഴിഞ്ഞോടുകൂടി ഭഗവാൻ പറഞ്ഞു, മാറിയുന്നോളൂ, ഞാൻ വരാൻ പോകുന്നു പുറത്തേക്ക് എന്നുള്ള മട്ടിൽ എല്ലാവരെയും മാറ്റി നിർത്തി. ആ പൊന്നിൻ ചിങ്ങമാസം വന്നു. അത് സർവഗുണോപേത കാല കർമ്മശോഭന. കാലം മുഴുവനും ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴേക്കും ശ്രവണ ദ്വാദശി ദിവസം വിജയമുഹൂർത്തത്തിൽ ഭഗവാൻ അതിസുന്ദര രൂപത്തിൽ അവതരിച്ചു. ചതുർഭുജ ശംഖഗതാബ്ജചക്ര വിശങ്കവാസ നളിനായതേക്ഷണ. അതിസുന്ദരമായിരിക്കുന്ന രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. ഇടിച്ചൂടിയ കാമൂടിക്കെട്ടും ചേലിയെന്നോരോ ഗോപിക്കൂറിയും കാരുണ്യം തീരത്തല്ലും മിഴിയും ചാരുനാസയും കൗതുകപൂർവം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കണ്ണാടിക്കവിളും വച്ചിടും കുണ്ടലങ്ങൾ പൂണുന്ന കാതും മന്നാകെ കുളിപ്പിക്കും മധുര മന്ദഹാസമുതിരുന്ന ചുണ്ടും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹാരവും വനമാലയും ചേരോ ഹാരിയായി ഇണങ്ങിടും കളവും ശംഖചക്ര ഗദാപങ്കജങ്ങൾ ഭംഗിയേന്തിയ നാലു തൃക്കയ്യം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ശ്യാമാവതാദോ ചഷരാജകുണ്ടലത്തിഷോല്ലസൽ ശ്രീവദനാഭുജപുമാൻ ശ്രീവത്സവക്ഷാവലയാന്തോല്ലസൽ കിരീടകാഞ്ചീ ഗുണചാരുമൂപുരാ. അതിസുന്ദരമായിരിക്കുന്ന ആ പൊന്നിൻ കിരീടവും ഗോപിക്കുറിയും ഒക്കെ ചാർത്തി വനമാലയും ശ്രീവത്സം കൗസ്തുഭമുള്ള കഞ്ഞുകൊണ്ട് ശംഖചക്രഗദാ പത്മധാരിയായിട്ട് ഭഗവാൻ നല്ല ശ്യാമള നിറത്തോടുകൂടി ഭഗവാൻ അവിടെ അവതരിച്ചു. ദേവന്മാരെല്ലാം
പുഷ്പവൃഷ്ടികളും നാമസങ്കീർത്തനങ്ങൾ ശംഖമുള്ള വാദ്യോപകരണങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് ഭഗവാന്റെ അവതാര മഹോത്സവം അതിഗംഭീരമായിട്ട് നടത്തി. എല്ലാവരും ആനന്ദത്തോടു കൂടി ഇരിക്കുമ്പോഴേക്കും ഭഗവാൻ തമ്പടും വാമനം ദൃഷ്ട്വാ മോദമാനാമഹർഷയ. എത്ര പെട്ടെന്ന് ഭഗവാൻ ഒരു കൊച്ചുണ്ണിയായിട്ട്, ഒരു 6 വയസ്സ് 7 വയസ്സ് പ്രായം ഉണ്ടാവും, ഒരു കൊച്ചുണ്ണിയായിട്ട് എന്തൊരഴകാ കണ്ണനെ കാണാൻ. ആ കണ്ണനായിട്ട് അങ്ങോട്ട് മാറിയോടുകൂടി വേഗത അമ്മയ്ക്കു മാത്രമല്ലാക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ. എമ്മട്ടെന്നോതുവാൻ ഏതും കഴിവില്ല ഇമ്മധുരാനനു കണ്ടാൽ. ഇഷ്ടപ്പെടാത്തത് ഉണ്ണികൃഷ്ണനെ നല്ല ശ്യാമള നിറത്തോടുകൂടിയുള്ള ഉണ്ണി അങ്ങനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് അമ്മയ്ക്ക് വാരിയെടുത്ത് ഉമ്മ വയ്ക്കണമെന്നൊക്കെ തോന്നി. കണ്ണൻ പറഞ്ഞു ഇപ്പൊന്നും പറ്റില്ല, കൃഷ്ണാവതാരം അതുവരെ കാത്തിരിക്കും അമ്മ, ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ബ്രഹ്മചാരിയല്ലേ, അതുകൊണ്ട് തൊടാൻ പറ്റില്ല എന്ന് ഒരാളെ പോലും തൊടിയിച്ചില്ല എന്നാണ്. അതാണ് കൃഷ്ണാവതാരത്തിന്റെ പ്രത്യേകത. അന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ കൃഷ്ണാവതാരം വരുമ്പോൾ അമ്മനെ വലിയ ഉമ്മ വയ്ക്കുക താരാട്ട് പാടൊക്കെ ചെയ്തോളൂ, ഇപ്പൊ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മയെ മാറ്റി നിർത്തി. എന്നാലും ഉണ്ണി ഒരു പട്ടുവോണം ഓടിക്കണ്ടേ, എന്നാൽ പട്ടുവോണം ഓടിപ്പിച്ചോളൂ, അങ്ങനെ വല്ല പണി വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പട്ടുവോണം ഓടിപ്പിച്ചു. വേഗം അച്ഛനാകുന്ന കശ്യപ പ്രജാപതി വന്നിട്ട് നല്ലൊരു പൂണൂൽ അണിയിച്ചു. സാക്ഷാൽ സവിതാവ് സൂര്യൻ തന്നെ വന്ന് ഗായത്രി ഉപദേശിച്ച് കൊടുത്തു. അതേപോലെ ഒരു ഓലക്കുട കൊടുത്തു, അന്തരീക്ഷം വന്നിട്ട് നല്ലൊരു ദണ്ട് കൊടുത്തു, ചന്ദ്രൻ വന്നിട്ട് പാതുകം കൊടുത്തു, ഭൂമിദേവി. അതുപോലെ തന്നെ മാകുടം മറച്ചുകൊണ്ട് ഒരു കൃഷ്ണാജിനം, ഇതൊക്കെ ആ ഭൂമിയുടെ വകയാണ്. കമണ്ടൽ കൊടുത്തു ബ്രഹ്മദേവൻ, വിഷപ്പുല്ലുകൾ കൊടുത്തു ആ സപ്തർഷിമാര്. അതേപോലെ ഒരു ഭിക്ഷാപാത്രം കൊടുത്തു യക്ഷൻ വന്നിട്ട്, നല്ലൊരു ജപമാല കൊടുത്തു സരസ്വതി ദേവി. ഇപ്പം എന്ത് ഭംഗിയായി കണ്ണനെ കാണാൻ. ഒരു 6 വയസ്സുള്ള കറുത്തലുണ്ണി ഓലപ്പടയും ദണ്ടും കമണ്ടലും ഭിക്ഷാപാത്രവും കുശപ്പുല്ലും ജപമാലയും അങ്ങനെ പട്ടുകോണവും കൊടുത്ത് കൃഷ്ണാജിനം കൊണ്ട് മാവിടൊക്കെ മറിച്ച് പാദങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ എത്രയാ അഴക് എന്നറിയില്ല. വേഗം തന്നെ താ ഭിക്ഷാന്തേഹി കൃപാവലംബനഗരീ മാതാ അന്നപൂർണേശ്വരി. അമ്മയുടെ മുമ്പിലാ ആദ്യം ഉമാതാദംബികാ സതി. ആദ്യം പാർവതിയുടെ മുമ്പിലേക്ക് വന്നു. അമ്മ എന്തെങ്കിലും ഭിക്ഷ തരികയാണെങ്കിൽ തലക്കേടില്ല എന്നുള്ള മട്ടില് ആദ്യത്തെ അമ്മ ഭിക്ഷ കൊടുത്ത അമ്മയാണ്. പാർവതിയുടെ ഭിക്ഷയുടെ അങ്ങനെ നേടിയോട് കൂടിയിട്ട് എന്നാൽ പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞു പോവാം. അല്പം നേരമാണ് അവിടെ നിന്നതെന്നാണ്. അതാണ് എല്ലാ അവതാരത്തിൻ്റെയും പ്രത്യേകത. അല്പം നേരത്തേക്ക് മാത്രമാണ്, അത് കഴിഞ്ഞാൽ അപ്പോഴേ അവിടുന്ന് ആള് പോവുകയാണ്. അവിടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, അതൊന്നുമില്ല. അതാണ് കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത. മറ്റൊരാളെ അവതരിച്ചിട്ട് എന്താ പ്രയോജനം? അദ്ദേഹം കാട്ടിൽ മുഴുവൻ കിട്ടിയടിച്ച് നടക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും പിന്നെ അടുത്ത കാര്യങ്ങളായി. അപ്പോൾ പിന്നെ അതും ആർക്കും കിട്ടാണ്ടേ. പക്ഷേ കൃഷ്ണാവതാരം അങ്ങനെയല്ല, എല്ലാവരോടൊപ്പമാണ് അല്ലേ, നമ്മളോടൊപ്പം ജീവിച്ച ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതാണ് അവിടുത്തെ മഹിമ. ഇവിടെ അപ്പം തന്നെ പോയി ശ്രുത്വാ അശ്വമേധം യജമാനമൂർജിതം. ആ പുതുവച്ചവും എന്ന് വരായിരിക്കുന്ന നർമ്മദാ നദിയുടെ തീരത്തുള്ള ആ സ്ഥലത്തേക്ക് അവിടെ 100ാമത്തെ അശ്വമേധയാഗം നടത്തുന്നു ബലി എന്ന് കേട്ടിട്ട് കണ്ണൻ ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നാലെ ആയിരക്കണക്കിന് യോഗ്യ സംഘങ്ങൾ അങ്ങനെ വരുന്നത്ര. ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് എഴുന്നള്ളുമ്പോൾ നമ്മളൊക്കെ പിന്നാലെ നാം ജപിച്ചു പോയില്ലേ, അതേപോലെ യോഗ്യ സംഘങ്ങളെല്ലാം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള തിരുനാമം അങ്ങനെ ജപിച്ചുകൊണ്ട് ആ നാമജപം അങ്ങനെ കേൾക്കുമ്പോൾ ഭഗവാൻ ഉണ്ടാവുന്ന ഒരു സന്തോഷം എത്രയാ. അതങ്ങനെ കേട്ടുകൊണ്ട് ഭഗവാൻ മുമ്പിൽ അങ്ങനെ നടക്കുന്നു. പിന്നാലെ എല്ലാവരും അങ്ങനെ യാഗശാലയുടെ അവിടെ അങ്ങനെ എത്തിയപ്പോൾ ആ ബലി അങ്ങ് നോക്കിയ സമയത്ത് എന്താ ഒരു തേജസ്. സൂര്യനാണോ വരുന്നത്, അഗ്നിയാണോ, ചന്ദ്രനാണോ, സനൽകുമാരാദികളാണോ, ആരാണോ വരുന്നത് മനസ്സിലായില്ല. അത്രയും തേജസ്സാണ് അത്ര. ആ തേജസ്സോടുകൂടി വരുന്ന ഉണ്ണിയെ മാത്രമേ കണ്ടോളൂ, പിന്നാലെ വരുന്നവരൊന്നും കണ്ടില്ല എന്നാണ്. അതാണ് ആ ഭക്തന്റെ ഒരു ഭാവം. ഭഗവാൻ മറ്റാരെയും കാണിച്ചു കൊടുത്തില്ല, എന്നെ തന്നെ കണ്ടുകൊടുക്കെ കണ്ടോളൂ, ഈ ലോകം മുഴുവനും ഞാൻ തന്നെയാണ് പ്രകാശിക്കുന്നത് എന്നുള്ള മട്ടിലാണ് ഭഗവാന്റെ വരവ്. ആ
ആ ഭഗവാൻ വന്നതോടുകൂടി വേഗം ബലി എഴുന്നേറ്റ് ചെന്നു ഭഗവാന് സ്വാഗതം പറയാൻ മാത്രമല്ല നല്ല സ്ഥാനത്തിരുത്തി ആ തൃപ്പാദങ്ങൾ കഴുകി ആ തീർത്ഥം തൻ്റെ ശിരസിലും എല്ലായിടത്തും തളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്ത് വന്നു? ഭഗവാൻ ആ ബലിയുടെ പുണ്യം കയറി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ ആരാണെന്ന് അറിയണില്ല, എന്താണെന്ന് അറിയില്ല. എന്തായാലും ബ്രഹ്മചാരിയുടെ വേഷത്തല്ലേ വന്നിരിക്കുന്നത്. സന്തോഷമായിട്ടാണ് വേഗം ഭഗവാനെ വേണ്ടതൊന്നും പൂജിച്ചിരുത്തി. എന്നിട്ട് നല്ല വാക്ക് പറഞ്ഞു. അദ്യന പിതരതൃപ്ത അദ്യനപ്പാവിതങ്കുലം അസ്യ സൃഷ്ട കതുരയം ഭവാൻ ആഗതോ ഗൃഹാൻ. ഇതാണ് വേണ്ടത്. ഒരു അതിഥി, നമുക്ക് ഒരു പേരും അറിയില്ലാത്ത ഒരാൾ കയറി വരുമ്പോൾ ആ ആളുടെ പേരാണ് അതിഥി എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ പറയാ വിളിച്ചിട്ട് വരുന്ന ആൾക്കാരൊക്കെ അതിഥി, അതല്ല എന്നാണ്. നമുക്കൊന്നും അറിയില്ല ഒരാളെ കുറിച്ച്. ഇങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിലേക്ക് യാദൃശ്യ കയറി വന്നാൽ ആ ആളെയാണ് എന്ത് പറയാ? അതിഥി. തിഥി നോക്കാണ്ട് കയറി വരുന്നവരെയാണ് അതിഥി എന്ന് പേര് പറയാം. അല്ലാണ്ട് ക്ഷണിച്ചിട്ട് വരുന്നവരെ അതിഥി എന്ന് പറയാൻ പാടില്ല. അതിഥി ഉണ്ടാക്കി തന്നെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നാണ്. നമുക്ക് അറിയാം ആളെ അല്ലേ. തിഥി നോക്കാണ്ട് കയറി വരുന്നവരായിരിക്കണം. ഇതൊന്നും അറിയില്ല ആളെ കുറിച്ച്. അപ്പോൾ അതിഥി ദേവോ ഭവ എന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ വേണ്ട മാതിരി ഭഗവാനെ പൂജിക്കുക മാത്രമല്ല, എന്നിട്ട് നല്ല വാക്ക് പറഞ്ഞു. എന്താ? അവിടുത്തെ പാദസ്പർശം കൊണ്ട് അദ്യന പിതര തൃപ്ത, എൻ്റെ പിതൃക്കളൊക്കെ തൃപ്തമായി കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ യാഗശാല ശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു, എൻ്റെ കുലം പവിത്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം അവിടുന്ന് വന്നത് വളരെ നന്നായി. ഇനി അടുത്തത് എന്താ ചോദിക്കണമെന്നറിയോ? എന്തേ അങ്ങേക്ക് വേണ്ടത്? ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞല്ലേ വന്നിരിക്കുന്നത്. ഏത് വഠോ വാഞ്ചസി തൽപ്രതീക്ഷമേ അർത്ഥിനം വിപ്രസുതാനുതർക്കയെ ഗാം കാഞ്ചനം ഗുണവദ്ധാമം ഹൃഷ്ടം തത്ഥാനപേയമുതവ വിപ്രയന്യാം ഗ്രാമാൻ സമൃദ്ധാം തുരകാൻ ഗജാൻ വാനധാം തഥാ കൃത്തമ സംപ്രതീച്ച. അടുത്തത് ഉള്ളിൽ വന്നതായിരിക്കുന്ന ഒരു ചെറിയ അഹങ്കാരം, നല്ല വിനയം. പിന്നീട് ഉള്ളിലെ അഹങ്കാരം പൊങ്ങി വരിക. എന്തേ അങ്ങേക്ക് വേണ്ടത്? എന്ത് വേണം? അങ്ങേക്കിപ്പോൾ ദാനമായി കേട്ടുകൊള്ളുക തന്നിടാം വീക്ഷണം. എന്താ അങ്ങേക്ക് ദാനം വേണ്ടത്? എന്ത് വേണമെങ്കിലും തരാം. ആനകൾ വേണോ, കുതിരകൾ വേണോ, സ്വർണം വേണോ, പശു വേണോ, വസ്ത്രം വേണോ, അതോ വിവാഹം കഴിക്കാൻ ഇപ്പം കന്യകമാർ വേണോ, അതോ ആഹാരമാണോ വേണ്ടത്? എന്ത് വേണമെങ്കിലും സംപ്രതീക്ഷ ഇഷ്ടം പോലെ ചോദിച്ചോളൂ, ഒക്കെ തരാമെന്നാണ്. അപ്പം ഞാനാരാ? എല്ലാം തരാൻ കഴിവുള്ള മഹാകേമനാണെന്നൊരു ഭാവം ഭഗവാന്റെ മുമ്പിൽ വരികയല്ലേ. ആ അഹങ്കാരം ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആ ബലിയുടെ മുഖത്ത് നോക്കിയിട്ട് ഭഗവാൻ പറയാ, ബലേ അങ്ങേപ്പോലെ ഒരു മഹാത്മാവ് വേറെ എവിടെയെങ്കിലും കാണുമോ? കാരണം അങ്ങയുടെ കുലം എന്താ? പ്രഹ്ലാദന്റെ വംശത്തിൽപ്പെട്ടതല്ലേ. ആ കുലോചിതമായിരിക്കുന്ന വാക്കാണ് അങ്ങ് പറയുന്നത്. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നാണ്. കൊച്ചുകുട്ടിയല്ലേ ഭഗവാൻ? 6 വയസ്സായ ഉന്നോടാ പറഞ്ഞത്. ആന വേണോ, പശു വേണോ, സ്വർണം വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും? 6 വയസ്സായ ഒരു കുട്ടി ഇവിടെ ഓടി നടക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ എടുത്തോട്ടെ, നിങ്ങൾക്ക് ഇരുന്നോട്ടെ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവൻ ഇതൊക്കെ ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് എന്തിനപ്പം എനിക്ക് കടലാസം വെച്ചത് ചോദിച്ചു അല്ലേ. അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് ഭൂമിയുടെ ആധാരം ഇഷ്ടദാനം തന്നേക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലതും മഞ്ഞോ വല്ലതും മനുഷ്യരൊന്നും അതൊക്കെ ആവശ്യമുള്ളൂ, വല്ല കളിപ്പാട്ടമൊക്കെ. അല്ലാതെ കണ്ട് ഈ 10 സെൻറ്റിൻ്റെ ഇഷ്ടദാനം കൊടുത്തേക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവൻ ആധാരം അറിയില്ല, മറ്റൊന്നും അറിയില്ല അല്ലേ. അവനതിൻ്റെ വില അറിയില്ല. അതേപോലെ തന്നെയാണ് ഭഗവാൻ ഇവിടെ നല്ല യാചകധർമ്മം. എപ്പോഴും യാചകന്മാരെങ്ങനെയായിരിക്കണം എന്നാണ്. യാചകന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ധർമ്മക്കാർ വരും. അവർ വന്നു കഴിഞ്ഞാൽ അച്ഛൻ മുമ്പിൽ തന്നെ ഇപ്പോഴുണ്ടാവും, മീശയൊക്കെ പിടിച്ചിങ്ങനെ പേപ്പറൊക്കെ വായിച്ചിരിക്കുന്നുണ്ടാവും. എന്നാലും അച്ഛാന്നല്ല അയാൾ വിളിക്കുക, അയാൾ അകത്തേക്ക് അമ്മാന്ന് വിളിക്കും. കാരണം എന്താ? നല്ല നിശ്ചയമുണ്ട്, അച്ഛനൊന്നും തരുമൊന്നുമില്ല. അതുകൊണ്ട് അയാൾ ഉള്ളിലേക്ക് നോക്കിയിട്ട് അമ്മാന്ന് വിളിക്കുമ്പോൾ എന്തുണ്ടാവണം? കൊടുക്കണം. ഒരു ധർമ്മക്കാരനും അച്ഛോ എന്ന് വിളിച്ചിട്ടില്ല എന്നേറെ, കാരണം കിട്ടില്ല എന്നെന്തോ ഉണ്ട് അല്ലേ. അത് തന്നെയാണ്, അതാണ് യാചകധർമ്മം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വേണ്ട മാതിരി തരാൻ ആരാണോ മിടുക്കുള്ളവർ അവരെ നന്നായിട്ട് പുകഴ്ത്തിയാലേ എന്ത് കിട്ടുള്ളൂ? കിട്ടേണ്ടതൊക്കെ ഇങ്ങോട്ട് കിട്ടുള്ളൂ അല്ലേ. ഇതൊക്കെ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഒരു യാചകൻ എങ്ങനെയായിരിക്കണം എന്ന് ചോദിക്കുകയാണ്. അയാൾക്ക് എന്ത് കിട്ടണം എന്ന് വെച്ചാൽ കണ്ണനെ കണ്ട് പഠിക്കുന്നതാണ്. ഭഗവാൻ കാണിച്ചു തരേണ്ടത് ഇന്ന മാതിരി വേണം. അങ്ങനെ അങ്ങയുടെ കുലം എത്ര ക്ഷേമമാണ്, എന്നാലും അങ്ങക്ക് എന്തും തരാൻ കഴിവുണ്ട്. പക്ഷേ തസ്മാൽ ത്വമഹീമീഷേഹം വരദക്ഷപാത് പതാനി ത്രീണി ദൈത്യേന്ദ്ര അങ്ങ് പറയണ ആനയും തേങ്ങയൊന്നും എനിക്ക് വേണ്ട. എൻ്റെ കുഞ്ഞിക്കാലിന് 3 അടി സ്ഥലം തരുമോ? അതാണ് ഭഗവാന്റെ ചോദ്യം. എൻ്റെ കുഞ്ഞിക്കാലിന് 3 അടി സ്ഥലം എനിക്ക് ആവശ്യമുള്ളൂ.
എൻ്റെ കുഞ്ഞാസനം വെച്ച് എവിടെയെങ്കിലും ഇത്തിരി നേരം ഇരുന്ന് ധ്യാനിക്കണം, അതിലേ വേണ്ടു. ഒരു ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം ആനയും ഇതൊക്കെ കൊടുത്തിട്ട് എന്ത് പ്രയോജനം ഇനം കൊണ്ട് നടക്കാൻ പറ്റുമോ? അത് കൊച്ചു കുട്ടിയല്ലേ, അതുകൊണ്ട് എനിക്ക് അതൊന്നും വേണ്ട. പതാനി ത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പതാമ, എൻ്റെ കുഞ്ഞുകാലിന് 3 അടി സ്ഥലം മതിയെന്നാണ്. ഇതങ്ങനെ കേട്ടപ്പോൾ ഭഗവാൻ കൊടുത്ത ഒരു ഇഞ്ചക്ഷനാണ് അത്ര. പഴയ വൈദ്യന്മാരൊക്കെ അങ്ങനെയാണ്, എവിടെയെങ്കിലുമൊക്കെ മുറിഞ്ഞ് പഴുത്തിട്ടുണ്ടെങ്കിൽ ഈ കഷായം ഒന്ന് കുടിച്ച് നോക്കിക്കോളൂ, ഞാൻ ശരിയാക്കി തരാമെന്ന് പറയും. ആ കഷായം കുടിക്കുമ്പോൾ കുറേ കൂടി പൊട്ടി ഒലിക്കും. എന്താണെന്നറിയോ? ഉള്ളിലുള്ളതെല്ലാം പൊട്ടിപ്പോട്ടെ, എന്നിട്ട് വേണം മരുന്ന് വയ്ക്കാമെന്നാണ്. ഇങ്ങനെയാണ് പഴയ വൈദ്യന്മാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അതേപോലെ ഭഗവാൻ നല്ലൊരു വൈദ്യനല്ലേ, ഭഗവാൻ അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതാണ് അത്ര. എൻ്റെ കുഞ്ഞിക്കാലിന് 3 അടി സ്ഥലം മതി എന്നോട് പറഞ്ഞപ്പോൾ ഉള്ളിലുള്ള അഹങ്കാരങ്ങളും മുഴച്ചു. ഞാൻ ആരാന്ന് കുട്ടിക്ക് അറിയില്ല. ഏറ്റവും ബാലോ പാലിശമതി സ്വാർത്ഥം പ്രത്യബുധോ യഥാമാണ്. ബുദ്ധിയില്ലാത്തത് കൊണ്ട് ചോദിക്കാനറിയില്ല ഞാൻ ആരാന്നറിയോ? മാവലോപി സമാരാധ്യ ലോകാനാം ഏകമീശ്വരം. ഈ ലോകത്തിന് മുഴുവനും ഏകനായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കൊച്ചുകുട്ടി ചോദിക്കാനറിയില്ല. അതുകൊണ്ടാണ്, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ മാറ്റി ചോദിച്ചോളൂ. അത് മാത്രമല്ല പദത്രയം വിനീതയോ അബുദ്ധിമാൻ, ബുദ്ധിയില്ലാത്തവൻ. അതുകൊണ്ടല്ലേ 3 അടി സ്ഥലം ചോദിക്കുന്നത്. മാറ്റി ചോദിച്ചോളൂ. അത് മാത്രമല്ല, ഞാൻ അങ്ങയുടെ കുഞ്ഞിക്കാലിന് 3 അടി സ്ഥലം തന്നോന്ന് വരട്ടെ, അത് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോവല്ലേ, അടുത്ത ഗ്രഹത്തിൽ ചെന്നിട്ട് യാചിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കും ബലിയുടെ നമുക്ക് എന്താ തന്നെ, നമ്മളൊക്കെ ചോദിക്കുന്ന പണി തന്നെ. അപ്പോൾ അവിടെ ചെന്ന് അവിടുന്ന് എന്താ തന്നെ, അത് വലിയ ക്യാമറ പറഞ്ഞിരിക്കണ്ടല്ലോ. അപ്പോൾ എൻ്റെ കുഞ്ഞിക്കാലിന് 3 അടിയാ സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാറ്റി ചോദിച്ചോളൂ എന്നാണ്. ആ വാക്ക് അവിടെ കേട്ടപ്പോൾ ആ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര കിട്ടിയാലോ ഒരാൾക്ക് മതി വരികയെന്നാണ് അല്ലേ. ഭൂമി മുഴുവനും ഒരാൾക്ക് എഴുതി കൊടുത്താലും അയാൾ പിന്നെയും സമുദ്രത്തിലേക്ക് നോക്കും, അവിടുന്ന് 10 സെൻറ്റും കൂടെ കിട്ടുമോ എന്നാണ് നമ്മുടെ നോട്ടം മുഴുവനും. 10 കിട്ടൂകിൽ 100 മതി എന്നും, ശതമാകിൽ സഹസ്രം മതി എന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും, ആശയാകുന്ന പാശമതിങ്കേന്നു വേർപിടാതെ കരേറുന്നു മേൽക്കുമേൽ. 1000 കിട്ടിയാലും അതിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കും. എന്താണ് അങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത്? അല്ല, 90,000 രൂപ കൂടെ കിട്ടിയെങ്കിൽ 1000ൻ്റെ ഒപ്പം ഒരു 0 കൂടി ചേർത്ത് കിട്ടിയെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കായിരുന്നു. നമുക്ക് അങ്ങനെയാണ്, എത്ര കിട്ടിയാലും മതിയെന്ന് തോന്നാത്ത മനസ്സില്ലേ, അത് എന്നും ദാരിദ്ര്യമാണ് അത്ര. എന്താണ് കിട്ടുന്നത്? കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവരുണ്ടോ അവരാണ് ഏറ്റവും വലിയ ധനികർ. അതുകൊണ്ട് എനിക്കിത് മാത്രം മതി എന്ന് പറഞ്ഞു. ആ കൊച്ചു ഉണ്ണിയായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന വാക്കുകൾ കേട്ടപ്പോൾ ആ ശുക്രാചാര്യർ മാറി ഇങ്ങനെ നോക്കുകയാണ് അത്ര. അദ്ദേഹം ജ്ഞാനക്കണ്ണട ഒന്നും കൂടെ വെച്ച് നോക്കി, ഈ കുഞ്ഞുവായിന്ന് ഇത്രയും വലിയ വാക്കുകളൊക്കെ വന്നെങ്കിൽ ഈ കുട്ടി ആരായിരിക്കും? അദ്ദേഹം സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ആരാ വന്നിരിക്കുന്നത്. യക്ഷവൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അവ്യയ കശ്യപാത് അതിഥേർജാതോ ദേവാനാം കാര്യസാധക. അദ്ദേഹത്തിന് വേഗം പിടികിട്ടി, ഇത് വന്നിരിക്കുന്ന ആള് വെറും ഒരു കൊച്ചുകുട്ടിയല്ല, വിഷ്ണു അവ്യയ, വിഷ്ണുവാണ്. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ആ ആളുടെ പേരാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ. അവ്യയനാണ്, നാശരഹിതനായിട്ടുള്ള ആളാണെന്ന് സജ്ജനങ്ങൾ പറയാം. എങ്ങനെ ഇതിപ്പോൾ ശുക്രാചാര്യർക്ക് മനസ്സിലായെന്നറിയോ? ഭഗവാൻ എപ്പോൾ അവതരിച്ചാലും മഹാലക്ഷ്മി പിന്നാലെ പോലും അത്ര. ഞാനുണ്ട് പറഞ്ഞു പോരും, അങ്ങനെയാണല്ലോ നമ്മുടെ കൂടെ ഞങ്ങൾ പോലെ തിരിച്ചിറങ്ങി പോകുന്നു അത്ര. അപ്പോൾ ഇപ്പോഴും പോന്നു മഹാലക്ഷ്മി വ്യാപെടുത്ത് ഇറങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ വരണ്ട കേട്ടോ, അതെ ഞാൻ ബ്രഹ്മചാരി ആയിട്ടാണ് പോകുന്നത്, ബ്രഹ്മചാരി ഭാര്യയെ കൊണ്ടുവരുന്ന അത്ര ചീത്തപ്പേരാവും, അതുകൊണ്ട് താൻ ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. മഹാലക്ഷ്മി കേട്ടില്ല. മഹാലക്ഷ്മിക്ക് ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അനുഗ്രഹിക്കണം, അമ്മയുടെ കാരുണ്യാണ്. അപ്പോൾ നിർത്തിയില്ലാണ്ട് വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഈ കൃഷ്ണാർജുനം കൊണ്ട് മാർഗടം മറിക്കും, ആ മാർഗടത്തിൽ ഇരുന്നോളണം, തല നീട്ടരുത് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അവിടുന്ന് പറഞ്ഞിട്ടാണ് അത്ര വൈകുണ്ഠത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ എന്താണെന്നറിയോ? ഭഗവാനും വലിയായിട്ടുള്ള സംവാദങ്ങളെ കേട്ടപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പോതി ചെയ്യാണ്ടേ. അപ്പോൾ പതുക്കെ കൃഷ്ണാർജുനം മാറ്റിയിട്ട് ആമ തല നീട്ടുമ്പോൾ ഒന്നും നീട്ടി നോക്കിയെന്നാണ്. ഇത് ശുക്രാചാര്യർ കണ്ടു അത്ര. യക്ഷവൈരോചനേ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അവ്യയ കശ്യപാത് അതിഥേർജാതോ ദേവാനാം
കാര്യസാധക. വന്നിരിക്കുന്ന ആൾ സാക്ഷാൽ ഈശ്വരനാണ്. അതുകൊണ്ട് അത് തരാം ഇത് തരാം എന്നൊന്നും പറയരുത്. കാരണം ഈ ലോകം മുഴുവൻ ആരുടെയാ? ഭഗവാന്റെയാണ്. ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ അത് തരാം ഇത് തരാം എന്ന് പറയുമ്പോൾ മറ്റൊന്ന് മോഷ്ടിച്ചെടുത്തിട്ട് വേണ്ടേ കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഭഗവാന്റെ മുതലിനെ ഞാൻ എടുത്തിട്ടാണ് ഞാൻ തരാമെന്ന് പറയുന്നത്. അത് ഏറ്റവും ദോഷമാണ്. അത് കളവായിട്ട് മാറും. അതുകൊണ്ട് എത്രയോ വലിയ നരകങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല 10 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ 5 ഭാഗിക്കണം. അങ്ങനെയാണ് ധർമായ യശസ്സേ അർത്ഥായ കാമായ സ്വജനായ ച. ഇങ്ങനെ 5 ഭാഗിക്കണം എന്നാണ്. 10 രൂപ കിട്ടിയാൽ അതിൽ 2 രൂപ ആക്കി കൊടുക്കാം. ഇതുപോലുള്ള ധാർമ്മിക കാര്യങ്ങൾക്ക് കൊടുക്കാം. 2 രൂപ ധർമായ യശസ്സേ, എൻ്റെ പേരിനും പ്രശസ്തിക്കും ഉപയോഗിക്കാം. പിന്നെ 2 രൂപ എന്ത് വേണം? അർത്ഥായ, ബാങ്കിൽ നിക്ഷേപിക്കാം നാളത്തേക്ക് വേണ്ടി. 2 രൂപ എന്തിനു വേണം? കാമായ, സ്വന്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾക്ക് വേണ്ടി. പിന്നെ ബാക്കി 2 രൂപ ഉണ്ടെങ്കിൽ ബന്ധുക്കൾക്ക് കൊടുത്താൽ മതി, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെയാണ് അസുര നീതി. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ആ ബലിയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം ഇത്രയും കാലം കാണാൻ മോഹിച്ചു കൊണ്ടിരുന്ന ഭഗവാൻ എൻ്റെ മുമ്പിൽ ഇതാ കുഞ്ഞിക്കൈ നീട്ടി വന്നിരിക്കണു. എനിക്ക് തരുമോ എന്ന് ചോദിച്ചു വന്ന് നിൽക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്തേ പറയാനുള്ളത്? ഞാൻ കൊടുക്കാമെന്ന് സത്യം ചെയ്തു പോയല്ലോ. സത്യത്തിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. സത്യമാണ് ഈ ലോകം. ഈ ലോകം നിൽക്കുന്നത് പോലെ സത്യത്തിലാണ്. ഭഗവാൻ തന്നെ സത്യമാണ്. എൻ്റെ വാക്ക് ഞാൻ സത്യമാക്കി തീർക്കും. അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പോകുമെന്നോട് പറഞ്ഞപ്പോൾ ആ ശുക്രാചാര്യനും ചെറുതായിട്ടൊന്ന് ശപിച്ചു. എൻ്റെ ശ്രീത്വം മുഴുവനും നഷ്ടപ്പെടട്ടെ എന്നാണ്. എന്താണെന്നറിയോ? കൊടുത്തു കഴിയുമ്പോൾ പിന്നെ മോഹം മനസ്സ് വിഷമിക്കാൻ പാടില്ല. അയ്യോ മുഴുവൻ കൊടുത്തു പോയില്ലോ എന്ന് ചിന്ത വരാൻ പാടില്ല. 10 രൂപയും കൊണ്ട് അമ്പലത്തിൽ വരുന്ന സമയത്ത് അറിയാണ്ട് 10 രൂപ ഭണ്ണാരത്തിൽ വീണ് പോയാലോ അത് പിന്നെ വിഷമം. പോകാൻ പൈസ ഒന്നും 10 രൂപയുടെ ആവശ്യം ഉണ്ടായില്ല. അവരൊക്കെ 2 രൂപയും 5 രൂപയ്ക്ക് ഇട്ടിട്ടുള്ളൂ. ഇന്ന് ചിന്ത വന്നാൽ വിഷമാവും. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ഉള്ളത് ഇനി ഒന്നും ഇല്ലാതെ ഉണ്ടാവട്ടെ എന്നുള്ള മട്ടിൽ അദ്ദേഹം അനുഗ്രഹിച്ചു. അപ്പോഴേക്കും ഭാര്യയാകുന്ന വിദ്യാവലി സ്വർണ്ണപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ആ ജലത്തോടുകൂടി സർവവും ഭഗവാന്റെ തൃക്കൈയിലേക്ക് ദാനം ചെയ്തു. ദേവന്മാർ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആ എല്ലാം ദാനമായി കിട്ടേണ്ട താമസം ഭഗവാൻ ആ മണത്തിലേക്ക് അങ്ങോട്ട് മാറിയിരുന്നു. തൽവാമനം രൂപമോർദ്ധതാത്ഭുതം ഹരേ അനന്തസ്യ ഗുണത്രയാത്മകം ഭൂഖം ദിശോന്ത വിവരാ പയോധരത്തിര്യമിന്ദ്രദേവാർഷയോ യഥാ സദാ. എത്ര പെട്ടെന്ന് ആ ഭഗവാൻ വളർന്നു വലുതായി. ആകാശമൊക്കെ ഭേദിച്ച് ഭഗവാൻ അങ്ങനെ പോകാൻ തുടങ്ങി. ഒരു പാദം കൊണ്ട് തന്നെ ആ പാതാളം വരെയുള്ള 7 ലോകങ്ങളും ഒരു പാദം കൊണ്ട് ഭഗവാന്റെ പാദത്തിൻ്റെ അടിയിലായിട്ട് മാറി. അടുത്ത പാദം അങ്ങനെ ത്രിവിക്രമനായിട്ട് ഉയർന്നുയർന്ന് മേപ്പോട്ടേക്കുള്ള ലോകങ്ങളൊക്കെ അളന്ന് സത്യലോകം ബ്രഹ്മലോകം കഴിഞ്ഞു പോയി എന്നാണ്. ബ്രഹ്മാവ് ആ പാദങ്ങളെ എല്ലാവരും പൂജിച്ചു. 2 പാദങ്ങളെ കൊണ്ട് തന്നെ ത്രൈലോക്യം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരഭാവത്തിനെ, ആ ബ്രഹ്മാകാരമായിരിക്കുന്ന ആ രൂപത്തിനെ ബലി അവിടെ കണ്ടു. അപ്പോഴാണ് ബലിയുടെ സകല അഹങ്കാരവും. ഇത്രയും നേരം ബലിയായിരുന്നു വലിയ ആള്. ഭഗവാൻ ഇത്രയും നീളം ഉണ്ടായിരുന്നു. ഒരു ചാൺ നീളത്തിലാണ് നിന്നത്. ഇപ്പം എന്താ? എല്ലാം ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ വലിപ്പം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ ഉള്ളിലെ അഹങ്കാരം മുഴുവൻ പോയി എന്ന് മാത്രമല്ല ബലി വളരെ നിസ്സാരനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ ചോദിച്ചു, എവിടെ 3ാമത്തെ അടി? 3 അടിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, എവിടത്തെയാണ് അവിടെ ചോദിക്കുമ്പോൾ എന്തൊരു അഹങ്കാരം കൊണ്ടാണോ ഉയർത്തിപ്പിടിച്ചത് ഈ ശിരസ്, അവിടേക്ക് അവിടുത്തെ ജ്ഞാനഗംഗ ഒഴുകുന്ന ശ്രീപാദം അത് എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. ഭഗവാൻ വേഗം അനുഗ്രഹിച്ചു. മായാമോഹം കൊണ്ട് ഈ ലോകം മുഴുവനും എൻ്റെയാണ്, ഇതിനെല്ലാം ആളായിട്ടിരിക്കുന്ന ആൾ ഞാനാണെന്നൊരു ഭാവം, ഞാനെന്നും എൻ്റെ എന്ന് 2 ഭാവം ഉണ്ടെങ്കിൽ അത് 2 ഭഗവാൻ എടുത്തിട്ട് പിന്നെ ഭഗവാൻ കൊടുത്ത 3ാമത്തെ അടി എന്താ? അത് ആത്മജ്ഞാനമാണ്. എപ്പോഴും നമ്മളത് അറിഞ്ഞിരിക്കണം. ഭഗവാന്റെ തൃപ്പാദം ജ്ഞാനമാണ്. അതുകൊണ്ട് ഭഗവാൻ കൊടുത്തത് എന്താണ്? ആത്മജ്ഞാനത്തിനെ. ഞാനെന്നും എൻ്റെ എന്നുള്ള 2 ഭാവങ്ങളെ ഭഗവാൻ എടുത്തുകൊണ്ട് ആ ആത്മജ്ഞാനിയാക്കി മാറ്റി ആ ബലിയെ. അതോടുകൂടി പ്രഹ്ലാദനും അതേപോലെ തന്നെ ആ ജാമ്പവാനും ലോകം മുഴുവനും പാടി നടക്കാൻ തുടങ്ങി ഭഗവാന്റെ വിജയം. ഭഗവാൻ എന്നൊക്കെ പറഞ്ഞു, അല്ലയോ ബലേ, എന്തെല്ലാം അനുഗ്രഹമാണ്. സാധാരണ എന്നെ ഭരിക്കുന്ന ഭക്തമാക്കി ഞാൻ എല്ലാം വാരി കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യണു? എന്നെ മറക്കാറാണ് പതിവ്. ഇതല്ല, ഞാൻ എല്ലാ ഐശ്വര്യങ്ങളുടെ മീതിരിക്കുമ്പോഴും എന്നെ കണ്ട നിമിഷം സകലതും എനിക്ക് സമർപ്പിച്ചില്ലേ? ആ
അതേശീതതയാമായ എൻ്റെ മായയിൽ നിന്ന് നീ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കണു. എൻ്റെ മായ നിന്നെ ബാധിക്കില്ല. അതുകൊണ്ട് രക്ഷിക്ഷേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദൃക്ഷതേ ഭവാൻ തത്ര ദാനവദൈത്യാനാം സംഘാരത്തെ ഭാവ ആസുരാ ദൃഷ്ട്വാ മതനുഭാവം വൈ സത്യകുണ്ഠോ വിനക്ഷ്യതി രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം. എല്ലാ സമയത്തും നിന്നെ രക്ഷിച്ചുകൊണ്ട് എൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. ആ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. സ്വർഗവാസികൾ പോലും മോഹിക്കുന്ന ആ സുതലത്തിലേക്ക് ആ ബലിയെ ഉയർത്ത മാത്രമല്ല, ഇന്നും ബലിയുടെ കൊട്ടാരം കാവൽക്കാരനായിട്ട് ഭഗവാൻ ഗതാപാനിയായിട്ട് നിൽക്കണമെന്നാണ്. രാവണൻ ഒരു പ്രാവശ്യം കാണാൻ വന്നു അത്ര ഭഗവാൻ ആ ബലിയെ. എന്തിനാണെന്നറിയോ? തൻ്റെ കയ്യൂക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ബലിയായിട്ടൊന്ന് യുദ്ധം ചെയ്യാൻ അയച്ചാൽ വന്നത്. വന്നപ്പോൾ എന്താ, തിരിയും പോകുന്ന ഒരാൾ വലിയൊരു ഗതയും പിടിച്ചുകൊണ്ട് മുമ്പിൽ തന്നെ നിൽക്കുന്നു. ചോദിച്ചു ഭഗവാൻ, എവിടെന്നാ വരുന്നത്? 10 തലയൊക്കെ ആയിട്ടെന്ന് ചോദിച്ചു. ഞാനാണ് രാവണൻ. ഞാൻ ദാ അവിടുന്ന് വരണു, ലങ്കേന്ന് വരണം. ഇന്ത്യ വന്നത് ഞാൻ ബലിയോടൊന്ന് യുദ്ധം ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. പറഞ്ഞത് മാത്രമേ ഓർമ്മയുണ്ടായുള്ളൂ. ഭഗവാന്റെ ആ പരിവേൽ വെച്ചിട്ട് ആ കുഞ്ഞു കാല് വെച്ചിട്ട് ഒറ്റ തൊഴിലാണ് കൊടുത്തു അത്ര. ഇങ്ങോട്ട് വിമാനത്തിലാണ് വന്നത്. അങ്ങോട്ട് വിമാനമൊന്നും വേണ്ടിയില്ല. അതിന് മുമ്പേ അവിടെ ചെന്നത്ര. നെടുമ്പാശ്ശേരി പോയി 2 മണിക്കൂർ കാത്തു നിൽക്കേണ്ടത് മുന്നില്ല. അതിന് മുമ്പേ തന്നെ ആള് ലങ്കയിലെത്തി. ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ? ഇത്ര പെട്ടെന്ന് എത്തിയാണ്. വേഗം പറഞ്ഞു വെച്ചത്ര. ഇങ്ങനെയാണ് ഭഗവാൻ രക്ഷിക്കുക. എന്താ ഇതൊക്കെ പറഞ്ഞെന്നറിയോ? അത്രമാത്രം നമ്മൾ പരിപൂർണ സമർപ്പണം ഭഗവാനിൽ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനുണ്ട്. നമ്മളെ ഏതേത് ആപത്ത് വന്നാട്ടെ, എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും അതിനെ ഭഗവാൻ കുഞ്ഞുകാലം കൊണ്ട് തട്ടി തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് ഗുരുവായൂരപ്പൻ്റെ വാത്സല്യമാണ്. അപ്പോൾ ആ പരിപൂർണ സമർപ്പണം കാണാൻ നീയേ ഉള്ളൂ എന്നൊരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അത് മാത്രം മതി. ഞാൻ തരണു എന്നുള്ളൊരു ഭാവമേ ഉണ്ടാവരുത്. എനിക്ക് ഭഗവാൻ തന്നതിനെ നമ്മൾ ഭഗവാന് കൊടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ. ഈ ശരീരം പോലും എൻ്റെ അല്ല. കയ്യിൽ അവിടെ എവിടെയോ ശരീരത്തിൽ പൊട്ടി വലിച്ചാൽ മതി, അപ്പോൾ വരും ഭഗവാനികളെല്ലാം. കാണാറില്ലേ? എന്താ, എനിക്ക് തിന്നാനുള്ളതായല്ലോ എന്നാണ്. അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ ശരീരം. അപ്പോൾ ഈ ശരീരം പോലും എൻ്റെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ എന്ന് പറയാൻ ഈ ലോകത്ത് എന്താ ഉള്ളത്? കൈ ചുരുട്ടി വന്ന നമുക്ക് കയ്യുമേ കൂട്ടി കെട്ടിയിട്ടാണ് നമ്മളെ അങ്ങോട്ട് പറഞ്ഞുവിടാം. ആ ചിന്ത നമുക്കുണ്ടായാൽ എൻ്റെ എന്ന് പറയാൻ ഒരു മണത്തിരി പോലും ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. പിന്നെ എനിക്ക് എന്തിനാണ് ഇവിടെ അവകാശവാദം ഉന്നയിക്കുന്നത്? ഭൂമിദേവി ഇനി അവസാനം പറയേണ്ടത് ആശസ്കന്ധത്തിൽ പറഞ്ഞു കേൾക്കാം നമുക്ക്. ഭൂമിദേവി പറഞ്ഞു, എന്നിൽ നീ ജനിച്ചു, എന്നിടെ എൻ്റെ വിഭവങ്ങളെ കൊണ്ട് നീ വളർന്നു, നീ എന്നെ തന്നെ ഒടുങ്ങും. നീ എന്നെ വീതം വെച്ചെടുക്കുമ്പോൾ നിനക്ക് വേണ്ട ആകടി സ്ഥലം ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഭൂമി പറയുന്നത്. നിനക്ക് വേണ്ടത് ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്, നീ എന്നെ വീതം വയ്ക്കാൻ നിൽക്കണ്ട, നിനക്ക് വേണ്ടത് ഞാൻ വെച്ചിട്ടുണ്ടെന്നാണ്. ഒരിക്കലും ആ ഒന്നിനെക്കുറിച്ചും നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാനെ പരിപൂർണമായിട്ട് ആശ്രയിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ്. നമുക്ക് 2 അധ്യായങ്ങൾ വായിച്ചിട്ട് ദൂരം നിൽക്കാം. നമുക്ക് ബാക്കിയൊക്കെ അല്പം നമുക്ക് അനുസ്മരിക്കാം. ഹരേ രാമ 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 ഹരേ